ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ പാനിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അല്പം സവോള ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊപ്പം തന്നെ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാലകൾക്ക് വേണ്ട ചിക്കൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ ഞാൻ പ്രത്യേകമായിട്ട് മസാല ഒന്നും ചേർത്തിയില്ല. അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ സവാള ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്ത ആ പാനിലോട് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ശേഷം ഒരു ഹാഫ് വേവാകുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഏകദേശം വേവായി കഴിഞ്ഞാൽ ചിക്കൻ മാറ്റിയെടുക്കുക. ആ പാനിലേക്ക് തന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ട സവാള ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് അല്പം ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊപ്പം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുരുമുളക് പൊടി ഇവ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി വരുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. മസാല എല്ലാം കൂടി മൊത്തമായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മസാല കൂട്ടിലേക്ക് അല്പം സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സമയം കൂടി അടുപ്പിൽ വെച്ചിരിക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇവ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരിയുടെ അളവ് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരി ഇട്ടിട്ട് നല്ലപോലെ തിളക്കുമ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം. പുറത്ത് നല്ല മഴക്കോളാണ്. നല്ല മഴ പെയ്ത് തുടങ്ങി. മഴൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം മിൽമ നെയ്യ് വെള്ളമിട്ട് കൊടുക്കാം.
അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം ക്യാപ്സിക്കം അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് സവാള, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്നുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സപ്പോർട്ട് ചെയ്യുക.